നമസ്കാരം പ്രിയമുള്ളവരെ, എന്തായാലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഒരു പുതിയ കേരള കോൺഗ്രസിൻ്റെ പിറവിക്ക് കൂടി സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കേരള കോൺഗ്രസ് എം പിളർന്ന് കേരള കോൺഗ്രസ് റോഷി അഗസ്റ്റിൻ ആർ എന്ന പേരിൽ ഒരു കേരള കോൺഗ്രസിൻ്റെ ജനനത്തിന് സാധ്യത കാണുന്നു എന്നു തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് ഉണ്ടാക്കിയ PT ചാക്കോയുടെ പേരിൽ മാത്രം ഒരു കേരള കോൺഗ്രസ് ഇല്ല. ബാക്കി അതിൻ്റെ പ്രമുഖരായ നേതാക്കളായിരുന്ന KM മാണിയുടെ, ബാലകൃഷ്ണപിള്ളയുടെ, PJ ജോസഫിൻ്റെ, ജേക്കബിൻ്റെ എല്ലാവരുടെയും പേരിൽ ഓരോ കേരള കോൺഗ്രസ് ഉണ്ട്. ഇനി റോഷി അഗസ്റ്റിൻ്റെ കൂടെ ഒരു കേരള കോൺഗ്രസ്, ആ പേര് വെച്ച് ഒരു കേരള കോൺഗ്രസ്, അതിനു മാത്രമേ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതും യാഥാർത്ഥ്യമാകുന്നു എന്നതാണ് ഏറ്റവും വലിയ ചർച്ച ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ. മറ്റൊന്ന്, ജോസിൻ്റെ കേരള കോൺഗ്രസ് അത് UDFിലേക്ക് തിരിച്ചു പോകുന്നു എന്നത് ഏകദേശം സ്പഷ്ടമായി വരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് തിരിച്ച് UDFിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് പാക്കേജ് കേരള കോൺഗ്രസിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് എന്ന വാർത്ത വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും അതിൽ കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിക്ക് ഉറച്ച ഒരു നിയമസഭാ സീറ്റ്, അത് തിരുവമ്പാടി എന്ന സൂചന വരികയാണ്. മലയോര കർഷകരും ക്രൈസ്തവ വോട്ട് ബാങ്കുകളും ഒക്കെയുള്ള ഒരു ഉറച്ച മണ്ഡലം, അവിടെ മുസ്ലിം വോട്ട് ബാങ്കുകൾ കൂടി ചേർന്നാൽ ജോസ് കെ മാണിക്ക് വിജയിച്ചു വരാം. അത് വെച്ചുകൊണ്ട് ഒപ്പം കേരള കോൺഗ്രസ് കഴിഞ്ഞ ഇലക്ഷനിൽ പരാജയപ്പെട്ട കോട്ടയം ലോക്സഭാ മണ്ഡലം അത് കേരള കോൺഗ്രസ് എമ്മിന് തിരികെ നൽകും. കേരള കോൺഗ്രസ് ജോസഫിന് ഒന്നുകിൽ ഇടുക്കി കൊടുക്കും, അല്ലെങ്കിൽ രാജ്യസഭയിൽ ഒരു സീറ്റ് എന്ന രീതിയിൽ പാക്കേജ് തയ്യാറാകുന്നു എന്ന രീതിയിലുള്ള ഒരു ചർച്ചയും വരുന്നുണ്ട്. എന്തായാലും കേരള കോൺഗ്രസ് എം വലിയ രാഷ്ട്രീയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അവരുടെ പഴയ താവളമായ UDFിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. കേരള കോൺഗ്രസ് സംബന്ധിച്ച് LDF അവർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. രാഷ്ട്രീയ അഭയം കൊടുത്ത ഒരു പ്രസ്ഥാനം തന്നെയാണ് LDF. പ്രത്യേകിച്ചും 13 സീറ്റുകൾ അവർ കഴിഞ്ഞ നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ LDF അനുവദിച്ചിരുന്നു. അതിൽ 12 സീറ്റിൽ മത്സരിച്ചു. പേരാമ്പ്രയിൽ അവിടുത്തെ പ്രാദേശികമായ ചില CPM നേതാക്കന്മാരൊക്കെ പ്രശ്നമുണ്ടാക്കിയതിൻ്റെ പേരിൽ ആ സീറ്റ് തിരികെ കൊടുത്തിരുന്നു. അത് ഈ നിയമസഭാ ഇലക്ഷനോടുകൂടി തിരികെ കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കാം എന്ന ചില നിബന്ധനകളും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. മാത്രമല്ല KM മാണി അവരുടെ ചെയർമാൻ പാലയിൽ നിന്ന് പരാജയപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് MP ആയി LDF അയച്ചിരുന്നു. അതും സ്വന്തം കയ്യിലെ സീറ്റ്, CPMൻ്റെ രാജ്യസഭാ സീറ്റാണ് കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിക്ക് നൽകിയത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് രാഷ്ട്രീയ അഭയം നൽകിയ ഒരു പ്രസ്ഥാനമാണ് LDF എങ്കിലും അവരുടെ നിലനിൽപ്പാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഈ LDFിൽ വന്നതിന് ശേഷം അവരുടെ അണികളിൽ അസ്വാരസ്യം ഉണ്ടായിരുന്നു എന്ന് തന്നെ വലിയ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ 12 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എം 5 സീറ്റിലാണ് വിജയിച്ചത്. അതിൽ റാന്നിയിലെ പ്രമോദ് നാരായണൻ്റെ വിജയം തന്നെ 1000-ലധികം വോട്ടുകൾക്ക് മാത്രമായിരുന്നു. അതായത് വലിയ ഒരു വിജയം കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. LDF വലിയ വിജയം കൈവരിച്ച ആ തെരഞ്ഞെടുപ്പിലും മറ്റു ഘടകകക്ഷികളുടെ ഒരു ശരാശരിയൊക്കെ എടുത്തു നോക്കിയാൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മാത്രം പ്രകടനം അതിൽ ശരാശരിക്ക് താഴെയായിരുന്നു. 5 സീറ്റുകൾ മാത്രമാണ് വിജയിച്ചിരുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതായത് LDF വലിയ വിജയം നേടിയ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് അത്ര വലിയ വിജയം നേടിയിരുന്നില്ല എന്ന് 2021 കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ നമുക്ക് വ്യക്തമാണ്. അതിൽ തന്നെ വ്യക്തമാകുന്ന ഒരു സംഗതിയുണ്ട്. കേരള കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം ആളുകളും ഈ കേരള കോൺഗ്രസ് എമ്മിനെ UDFിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതിൻ്റെ ഒരു അരിശമൊക്കെ മുൻനിർത്തി കേരള കോൺഗ്രസ് എം LDFിൽ പോയതിനെ ന്യായീകരിച്ച് ജോസ് കെ മാണിക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടി വോട്ടിട്ടിട്ടുണ്ടെങ്കിലും ചെറിയ ഒരു വിഭാഗമെങ്കിലും അവരുടെ പൊതു സ്വഭാവം UDFിൻ്റെതാണ് അവരുടെ രാഷ്ട്രീയ സ്വഭാവം എന്ന് മനസ്സിലാക്കി UDFിനൊപ്പം നിന്നതുകൊണ്ടാണ് കേരള കോൺഗ്രസ് എം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും 5 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നത്. പിന്നെ അതിൻ്റെ തീവ്രത കുറഞ്ഞു വന്നു എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം LDFിലേക്ക് തങ്ങൾ എത്തപ്പെട്ടത് UDF ചവിട്ടി പുറത്താക്കിയത് കൊണ്ടാണ് എന്നൊരു യാഥാർത്ഥ്യവും അതിൻ്റെ തീവ്രതയുമൊക്കെ കേരള കോൺഗ്രസ് മാണി അണികൾക്ക് കുറഞ്ഞു വന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് നടന്ന പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലൊക്കെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ബൂത്തുകളിലൊക്കെ കോൺഗ്രസിന് ലീഡ് നേടുവാൻ കഴിഞ്ഞത്. അതുപോലെ കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പിന്നെ അവിടെ കേരള കോൺഗ്രസ് എമ്മിന് അവരുടെ സിറ്റിംഗ് സീറ്റ് നഷ്ടമായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് അവരുടെ മിക്ക കോട്ടകളും പിടിച്ചെടുക്കുന്ന ഒരു രാഷ്ട്രീയ നേട്ടം UDFിന് അവിടെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരള കോൺഗ്രസ് തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. രാഷ്ട്രീയ അഭയം നൽകിയ പിണറായി വിജയനോടും LDFിനോടും ഒക്കെ സ്നേഹവും ഇഷ്ടവും ഉണ്ടെങ്കിലും ഇപ്പോൾ ഉചിതമായൊരു തീരുമാനമെടുത്തില്ല എങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ LDFിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ അപകടത്തിലാകും എന്നൊരു യാഥാർത്ഥ്യം
കേരള കോൺഗ്രസ് എം മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. കാരണം അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് പരമ്പരാഗതമായി UDF വോട്ട് ബാങ്കാണ്, അത് LDF വോട്ട് ബാങ്കാണ്. ആദ്യം കേരള കോൺഗ്രസ് എമ്മിനെ UDFൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കി എന്ന ഒരു മാനസിക വിഷമത്തിൻ്റെ പേരിൽ ആ വോട്ട് ബാങ്ക് ജോസ് കെ മാണിക്കൊപ്പം നിന്നു. ഇപ്പോൾ അവർക്ക് അതിൻ്റെ അരിശം കുറയുകയാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ട് ബാങ്കിൽ UDFലേക്ക് മടങ്ങിപ്പോകുന്നു. അതാണ് തെരഞ്ഞെടുപ്പുകളിൽ കണ്ടത്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലും അതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കോട്ടയം പാർലമെന്റ് ഇലക്ഷനിലുമൊക്കെ കണ്ടത് എന്നൊരു യാഥാർത്ഥ്യം ജോസ് കെ മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മനസ്സിലാക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 or 3 സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോയാൽ പിന്നെ ആ പാർട്ടിക്ക് കേരള കോൺഗ്രസ് എമ്മിന് രാഷ്ട്രീയത്തിൽ ബാർഗെയിൻ ചെയ്യാനുള്ള ഒരു പവർ നഷ്ടപ്പെടും. LDFനോടൊപ്പം നിന്നാൽ പോലും അത് അവരുടെ ഒരു അവസ്ഥ RSPയുടെയും ജനതാദളിൻ്റെയും ഒക്കെ അവസ്ഥയുടെ പോലെയായിപ്പോകും. കാരണം RSPയുടെയും ജനതാദളിൻ്റെയും ഒക്കെ സീറ്റുകൾ പിന്നെ LDF പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി CPM. അതുപോലെ ഒരു അവസ്ഥയിലേക്ക് അവരെത്തും. മാത്രമല്ല ഈ പരാജയം 2021 കേരള കോൺഗ്രസിനുണ്ടായാൽ പിന്നെ UDFൽ അവർക്ക് ഒരു തിരികെ പോക്കുണ്ടാകില്ല. കേരള കോൺഗ്രസ് എം ഇല്ലാതെ തന്നെ വിജയിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് UDFലേക്ക് വീണ്ടും പരിഗണന ലഭിക്കില്ല. അതൊക്കെ മനസ്സിലാക്കിയാണ് ഇപ്പോൾ UDFലേക്ക് മടങ്ങിപ്പോകുവാനുള്ള തീരുമാനങ്ങളുമായി കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും സംബന്ധിച്ച് ഒരു റിസ്ക് എടുക്കാൻ വയ്യ. കാരണം കോട്ടയത്തെയും പത്തനംതിട്ടയിലെയും ഒക്കെ നേതാക്കന്മാർ നൽകുന്ന ഉറപ്പ് കേരള കോൺഗ്രസ് എം ഇല്ലെങ്കിലും ഇനി അവിടെ ഇലക്ഷനിൽ ജയിക്കും. കാരണം അതിൻ്റെ ഒരു റിസൾട്ട് അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു എന്നാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ കേരള കോൺഗ്രസ് ഇല്ലാതെ ഒരു റിസ്ക് എടുക്കാൻ മുസ്ലിം ലീഗോ കോൺഗ്രസോ തയ്യാറാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ടു പോയാൽ അടുത്ത കുറച്ച് 5 വർഷങ്ങൾ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്ന ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെ എന്തു വില കൊടുത്തും ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മിനെയും ഇപ്പോൾ UDFൽ എടുക്കുവാനുള്ള തീരുമാനങ്ങളുമായി കോൺഗ്രസും ലീഗുമൊക്കെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ചർച്ച. പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളുണ്ടായ കുറച്ച് ചർച്ചകളുമായി ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിയോജിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയവുമായി ബന്ധപ്പെട്ട് LDF വിളിച്ച യോഗത്തിൽ ജോസ് കെ മാണി പങ്കെടുത്തില്ല. 2 LDF യോഗങ്ങളിലാണ് ജോസ് കെ മാണി പങ്കെടുക്കാതിരുന്നത്. മാത്രമല്ല ഇന്നലെ നടന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തിലും ജോസ് കെ മാണിയുടെ അസാന്നിധ്യമുണ്ടായിരുന്നു. മറ്റു പ്രതിനിധികൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പങ്കെടുത്തെങ്കിലും മുഖ്യമന്ത്രി ദീർഘനേരം ചിലവഴിച്ച ഒരു പ്രതിരോധ സമരത്തിൽ ആ പ്രസ്ഥാനത്തിൻ്റെ മുന്നണിയുടെ 3ാമത്തെ വലിയ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹം വിദേശത്തായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വിദേശത്തായിരുന്നാൽ പോലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലേക്ക് സ്വാഭാവികമായും ആ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയുടെ പാർട്ടി ചെയർമാൻ എത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പ്രവാസി സംഘടനകളുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ചിരുന്ന ആളുകൾക്കൊക്കെ അറിയാം. അവിടെ വരുന്ന ഈ നേതാക്കന്മാരൊക്കെ ആ സമയത്ത് നാട്ടിൽ ഇങ്ങനെയുള്ള അടിയന്തര യോഗങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ നടക്കാറുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വിശദീകരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. UDFലേക്ക് പോകുന്നതിൻ്റെ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ജോസ് കെ മാണി നടത്തുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു രാഷ്ട്രീയ വിശകലനം എന്ന് പറയുന്നത് തെക്കൻ മേഖല ജാഥ UDF കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ വിശദീകരണവും ഒക്കെയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്യാപ്റ്റനായി നിയമിച്ചിരുന്നത് ജോസ് കെ മാണിയാണ്. ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ്. അതായത് ഈ മീറ്റിങ്ങുകളിൽ നിന്നൊക്കെ LDFൻ്റെ മീറ്റിങ്ങിൽ നിന്നും ജാഥയിൽ നിന്നുമൊക്കെ ജോസ് കെ മാണി മാറി നിൽക്കുന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉടനെ തന്നെ LDFൽ എത്തും എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം, അതായത് റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ചെറിയൊരു വിഭാഗം ഈ മുന്നണി പ്രവേശനത്തെ എതിർക്കുന്നുണ്ട്. അവർ LDFൽ തുടരണം എന്നു തന്നെ വാദിക്കുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അങ്ങനെയെങ്കിൽ റോഷി അഗസ്റ്റിൻ ഒരുപക്ഷെ കേരള കോൺഗ്രസിൽ എമ്മിൽ നിന്ന് പിളർന്നു മാറിപ്പോകുവാനുള്ള സാധ്യത വളരെയധികമെന്ന് മാധ്യമ ചർച്ചയും ഉരുത്തിരിയുകയാണ്. എന്തായാലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ UDF പ്രവേശനം ഏകദേശം വ്യക്തവും ദൃഢവുമാകുന്ന സന്ദർഭമാണിത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.